വടക്കുന്നാഥനെ തൊഴുത് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട്ടേക്കാണ്. ആ യാത്രയിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിലുള്ളത്. തൃശ്ശൂരിൽ നിന്നും വരുമ്പോൾ ഏകദേശം 20 കിലോമീറ്റർ മാറി വടക്കാഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും 2 കിലോമീറ്റർ മാറിയിട്ടാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന ഉത്രാളിക്കാവുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും ആരുമില്ല കേട്ടോ. നമ്മൾ ഈ വഴിക്ക് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം. മഴക്കാലമായതുകൊണ്ട് തന്നെ 2 സൈഡിലുള്ള പാടങ്ങളെല്ലാം നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാലും അതിന് നടുക്ക് ഈ ക്ഷേത്രം നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പണ്ട് നിവിൻ പോളി പറഞ്ഞ പോലെ വടക്കൻ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ വന്നിരുന്നാലും കിട്ടും നല്ല അസലി കാറ്റ്. രുദ്ര മഹാകാളിക്കാവ് ക്ഷേത്രം എന്നാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള പേര്. മലയാള മാസം കുംഭത്തിലാണ് ഇവിടുത്തെ പൂരം നടക്കാറുള്ളത്. 3 ദേശക്കാർ ചേർന്ന് നടത്തുന്ന പൂരമാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്നതും ഈ പൂരം തന്നെ. നമ്മൾ അധിക നേരമൊന്നും അവിടെ നിന്നില്ല. വണ്ടി തിരിച്ച് നേരെ യാത്ര തുടർന്നു. അകമലയും കഴിഞ്ഞ് ചെറുതുരുത്തിയിലേക്കാണ് ഇനി അടുത്തത്. ചെറുതുരുത്തി ടൗണിൽ എത്തുന്നതിന് തൊട്ടു മുന്നെയായിട്ട് വലത്തുഭാഗത്തായിട്ടാണ് കേട്ടോ പ്രശസ്തമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാർ പണിത പാലവും തൊട്ടപ്പുറത്ത് വീണ് കിടക്കുന്നത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. ശരിക്കും ഇതിന് കൊച്ചി പാലം എന്നാണ് പറയുക. ഏകദേശം 100-ൽ കൂടുതൽ വർഷം പഴക്കമുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ബസ് പോയിരുന്നത്. ഒരേ സമയം നമുക്ക് 3 പാലം കാണാൻ പറ്റും കേട്ടോ. ഒന്ന് വീണ് കിടക്കുന്ന പാലവും പിന്നൊന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാലവും തൊട്ടപ്പുറത്തായിട്ട് റെയിൽവേ മേൽപ്പാലമുണ്ട്. നമുക്ക് ഒരേ സമയം 3 പാലം കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡൊക്കെ അത്യാവശ്യം മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത്. സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. മറ്റ് ജില്ലകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ പാലക്കാട് ജില്ലയ്ക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. അപ്പോൾ അതെ, കൊളപ്പുള്ളി ടൗൺ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇടത്തെ ഭാഗത്ത് ഒരു ബിരിയാണി സെൻ്റർ ഉണ്ട്. അങ്ങനെ പ്രത്യേകം പേരൊന്നുമില്ല, ബിരിയാണി സെൻ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ബിരിയാണി കഴിക്കാറുണ്ട്. അത്യാവശ്യം നല്ല ബിരിയാണിയാണ്. അങ്ങനെ എന്നത്തെയും പോലെ ബിരിയാണിയൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിച്ച് കഴിച്ചു. രുചികളുടെയും കാഴ്ചകളുടെയും വ്യത്യസ്തത തേടി ഞങ്ങൾ മറ്റൊരു നാട്ടിലേക്ക്.